വിജയ് വിജയ്, അയ്യോ എന്താ ഇത് ചെറിയ കുട്ടികളെ പോലെ വെറുതെ ഇമോഷണൽ ആകണ്ട വിജയ്. ഇതുപോലുള്ള സമയത്തല്ലേ നീ ധൈര്യമായിട്ടിരിക്കണം. പ്ലീസ് ഫീൽ ചെയ്യണ്ട, റിലാക്സ് ആയിട്ടിരിക്കെ, കരയാതിരിക്കും വിജയ്. എന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ഞാൻ എന്തെങ്കിലും കരഞ്ഞു കണ്ടിട്ടുണ്ടോ നീ? എന്നെ കരയിപ്പിച്ചില്ലേ അവള്? എടാ ശങ്കർ, നിന്റെ അനുജത്തിയെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, അവള് വീട്ടിൽ നിന്നും പോയതിനു ശേഷവും ഞാൻ സ്നേഹിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോ അവളെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുകയാണ്. അവളില്ലാതെ ഇനി എനിക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല ശങ്കർ. അവള് മനസ്സിലാക്കുന്നില്ല. പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് അവൾ എന്നോട് പകരം ചോദിക്കുകയാണ്. അവൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അവൾ തീർച്ചയായും വേഗം വരുവടിയാ. അവള് വരില്ല. അവളുടെ സ്വഭാവം അറിയാതാണ് നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ ചേച്ചിക്ക് ഒരു പിടിവാശിയുണ്ട്, അത് അവളെ വിട്ടുമാറില്ല. അവസാനമായിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. തീർച്ചയായും അവരെല്ലാം മറന്ന് തിരിച്ചു വരും. അതൊരിക്കലും നടക്കില്ലടാ. ഞാൻ ജീവനോട് ഇരിക്കുന്നത് വരെ അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറില്ല. നിങ്ങൾ വെറുതെ പോയി നാണം കിടേണ്ട ആവശ്യമില്ല. അതൊന്നും ഓർത്ത് ഞങ്ങൾക്ക് വിഷമമില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അമ്മേ, വിജയ് ഇങ്ങോട്ട് വന്നോ? വിജയ് കണ്ടായിരുന്നോ? ഇല്ലല്ലോ, വന്നില്ലല്ലോ. എടാ, ഇവിടെ വന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യുന്നേ? എന്താ സംഭവിച്ചത്? എന്താ അമ്മ കാര്യം അറിയാൻ സംസാരിക്കുന്നേ? നമ്മുടെ കമ്പനി മാനേജർ നിങ്ങളുടെ അനിയൻ 7 ടൈംസ് ഇന്ന് രാവിലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടമ്മേ. കയ്യിൽ കത്തിയും വെച്ച് വിജയെ കൊന്നു കൊല വിളിക്കണം എന്ന് പറഞ്ഞ് നടക്കുക. നമ്മളല്ലാതെ ബോസിനെ ആരെ രക്ഷിക്കാനുള്ളത്? സംസാരിച്ചിരിക്കാൻ സമയമില്ല, വാ പോകാം. അമ്മേ, വിജയ് വന്ന എങ്ങോട്ടും വിടരുത്, ഇവിടെ തന്നെ നിൽക്കാൻ പറയണം. അവൻ പുറത്തിറങ്ങി സൂക്ഷിക്കണേ. അമ്മേ, അവര് പറയുന്ന കേട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നു. അദ്ദേഹത്തിനൊന്നും ആവില്ലല്ലോ. എന്താ പറ്റിയേ? നിന്നോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളേ? അമ്മേ, ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് അമ്മാവൻ ജയിലിൽ ചാടി വന്നിട്ട് വിജയ് അമ്മാവനെ പോലീസിൽ പിടിച്ചു കൊടുത്തതുകൊണ്ട് വിജയ് എവിടെയെന്ന് ചോദിച്ച് എന്നെ തല്ലി അമ്മേ. പക്ഷെ എവിടെയാന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മാവന്റെ പോക്ക് കണ്ടിട്ട് വിജയ് കൊല്ലുന്ന ലക്ഷണമാ. എന്താ പറ്റിയേ? എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഒരു ആക്സിഡന്റ്, ഇനി വണ്ടി പോകുകയല്ല. ശരി, ഇതാ. വിജയ്, നമ്മുടെ പ്ലാൻ പോലെ തന്നെ 7 ടൈംസും മാനേജറും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് നിന്നെ കൊല്ലാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രിയ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് നുണ പറഞ്ഞു. ബോസ്, കബോർഡിനകത്ത് റെഡ് കളർ പെയിന്റ് ഇരിപ്പുണ്ട്. അതെടുത്ത് വയറ് നല്ലപോലെ പെരട്ട്. കുപ്പി കൊണ്ട് കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തുന്ന പോലെ സെറ്റപ്പ് ചെയ്തോ. ഇത് കേക്ക്, മാഡം വരുമ്പോൾ മരിക്കാൻ കിടക്കുന്ന പോലെ പെർഫെക്റ്റ് അഭിനയിക്കാൻ മറക്കണ്ട.
കളിക്കുന്ന നാടകമൊക്കെ മനസ്സിലായി എനിക്ക്. ഒരുപാട് അഭിനയിക്കാതെ. പ്രിയ, എഗ്രിമെന്റ് എന്ന പേരിൽ എന്റെ മനസ്സ് തകർത്തു. അത് വേണേൽ എനിക്ക് ക്ഷമിക്കാം. പക്ഷെ ഇപ്പോ നിനക്ക് അപകടം വന്ന് കള്ളം പറഞ്ഞ് നിറവേരോടെ ഇരിക്കുന്ന എന്നെ ഓടിച്ചിവിടെ കൊണ്ടുവന്നില്ലേ? അങ്ങനെ ഞാൻ ഓടി വരുമ്പോ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് പ്ലാൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ദ്രോഹിയാണ് നീ. എന്റെ കുഞ്ഞും ഞാനും മരിച്ചാലാണ് നിനക്ക് സമാധാനം ലഭിക്കുകയെങ്കിൽ പറയാ, ഞാൻ നിന്റെ മുന്നിൽ മരിക്കാം. പക്ഷെ ഞങ്ങൾ മരിച്ചതിന് ശേഷം ഭർത്താവിന്റെ പേരിൽ എനിക്കോ അച്ഛൻ എന്ന പേരിൽ എന്റെ കുഞ്ഞിനോ ഒരു കർമ്മങ്ങളും നീ ചെയ്യരുത്. ഞങ്ങൾ മരിച്ചതിന് ശേഷം പോലും ഞങ്ങളുടെ മുഖം കാണാനുള്ള യോഗ്യത നിനക്കില്ല. പ്രിയ, ആൺകുട്ടിയെ ജനിച്ചിരിക്കുന്ന നോക്കി വേണ്ടമ്മേ, എന്നെ ആദ്യം അദ്ദേഹത്തിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു. ആദ്യം ഈ കുഞ്ഞിനെ നോക്കുമോളെ. പറയുന്നത് കേക്കമ്മേ, എനിക്ക് അദ്ദേഹത്തെ കാണണം. എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ വിജയ്, 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 കണ്ണ് തുറക്ക്. പ്രിയേ, അമ്മേ, കണ്ടില്ലേ, അദ്ദേഹം സംസാരിക്കുന്നില്ല. വിജയ്, അമ്മേ, കുഞ്ഞ്, ഞാൻ കുഞ്ഞിനെ അദ്ദേഹത്തെ കാണിക്കട്ടെ. അതൊക്കെ നമ്മുടെ കുഞ്ഞിനെ നോക്കൂ. കണ്ണ് തുറക്ക്. കണ്ണ് തുറന്ന് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്ക്.